നക്ഷത്രത്തിളക്കമുള്ള സന്ധ്യ. സന്ധ്യമയങ്ങുന്ന നേരം ഇടുങ്ങിയ റോഡിലൂടെ നടക്കുമ്പോൾ പ്രിയയുടെ മനസ്സിൽ 1000 ചിന്തകളായിരുന്നു. വിശ്വസിച്ചവരെല്ലാം തനിക്കെതിരെ തിരിഞ്ഞതും സാമ്പത്തികമായി കബളിപ്പിച്ചതുമെല്ലാം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. മുൻപോട്ട് എങ്ങനെ പോകണമെന്ന ഒരു രൂപവുമില്ലാതെ അവൾ നിന്നു. കയ്യിലുണ്ടായിരുന്ന ചെറിയ സഞ്ചിയിൽ ബാക്കിയുള്ള കുറച്ചു പണവും പഴയൊരു ഡയറിയും മാത്രമായിരുന്നു അവളുടെ കൂട്ട്. കുറച്ചുകാലമായി പ്രിയക്കുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും ഓരോ വെല്ലുവിളിയായി അവൾക്കു തോന്നി. അവൾ നടന്നു ഒരു ചെറിയ അമ്പലത്തിന് മുന്നിലെത്തി. അവിടെ ആളനക്കമില്ലായിരുന്നു. തളർച്ചയോടെ അവൾ അമ്പലമുറ്റത്തെ ഒരു കൽത്തൂണിൽ ചാരിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. എനിക്കെങ്ങനെ ഇത് സഹിക്കാൻ കഴിയുന്നു? എന്തിനാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവൾ മനസ്സിൽ മന്ത്രിച്ചു. പെട്ടെന്നൊരു നേർത്ത വെളിച്ചം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്പലത്തിലെ വിളക്ക് മങ്ങിയ വെളിച്ചം നൽകുന്നുണ്ടായിരുന്നു. ആ വെളിച്ചം കണ്ടപ്പോൾ പ്രിയയുടെ മനസ്സിൽ ഒരുപാട് വർഷം മുൻപുള്ള ഒരു സംഭവം ഓർമ്മയിലെത്തി. അന്ന് അവൾക്ക് 10 വയസ്സായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തശ്ശൻ മരിച്ച ദിവസം. അന്ന് അച്ഛൻ അവളെ ചേർത്തുപിടിച്ച് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. പ്രിയേ, ജീവിതത്തിൽ ചിലപ്പോൾ ഇരുണ്ട വഴികളിലൂടെ പോകേണ്ടിവരും. പക്ഷേ ആ ഇരുട്ടിലും ഒരു ചെറിയ വെളിച്ചം കണ്ടാൽ അതിനെ പിന്തുടരുക. അത് നിന്നെ ശരിയായ വഴിയിലേക്ക് നയിക്കും. ആ വാക്കുകൾക്ക് പ്രിയയുടെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ തിളക്കം നൽകി. അന്ന് അവൾക്ക് ചെറിയ ആശ്വാസം തോന്നി. അവൾ പതിയെ എഴുന്നേറ്റു. അമ്പലത്തിൽ നിന്ന് ലഭിച്ച ആശ്വാസത്തിൽ അവൾ പതിയെ മുന്നോട്ട് നടന്നു. അമ്പലത്തിനടുത്തുള്ള ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് അവൾ ചായ കുടിച്ചു. അവിടെയിരുന്ന് അവൾ തന്റെ പഴയ ഡയറി തുറന്നു. അതിൽ അവൾ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും എഴുതിയിരുന്നു. ഒപ്പം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും. കുട്ടിക്കാലം മുതൽ അവൾക്ക് പാചകം വളരെ ഇഷ്ടമായിരുന്നു. ഓരോ പേജും മറിക്കുമ്പോൾ അവൾക്ക് പാചകം ചെയ്യാനുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു. അങ്ങനെയിരിക്കെ അവൾക്കൊരു ആശയം തോന്നി. തന്റെ കയ്യിലുള്ള പണവും പാചകത്തിലുള്ള താൽപ്പര്യവും ഉപയോഗിച്ച് ഒരു ചെറിയ ചായക്കട തുടങ്ങിയാലോ? അതവൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ ഒരു ചെറിയ സ്ഥലം കണ്ടെത്തി. കുറഞ്ഞ ചിലവിൽ ഒരു ചെറിയ ചായക്കട തുടങ്ങി. ആദ്യം ആളുകൾ കുറവായിരുന്നു. പക്ഷേ അവളുടെ കഠിനാധ്വാനവും രുചികരമായ ഭക്ഷണവും ആളുകളെ ആകർഷിച്ചു. പതിയെ അവളുടെ കടയിൽ ആളുകൾ കൂടി വന്നു. 2 വർഷം കഴിഞ്ഞു. പ്രിയയുടെ ചായക്കട നഗരത്തിലെ അറിയപ്പെടുന്ന ഒന്നായി മാറി. അവൾ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകി. ഒരു ദിവസം അവൾ തന്റെ കടയുടെ പുറത്തു നിൽക്കുമ്പോൾ പഴയൊരു സുഹൃത്തിനെ കണ്ടു. അവൾ പ്രിയയെ കബളിപ്പിച്ചവരിൽ ഒരാളായിരുന്നു. അവളുടെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞിരുന്നു. പക്ഷേ പ്രിയ അവളോട് പുഞ്ചിരിച്ചു. പ്രിയക്ക് അവരോടൊന്നും പറയാൻ തോന്നിയില്ല. കാരണം ആ ചതിയാണ് തന്നെ ഈ നിലയിലെത്തിച്ചതെന്ന് അവൾക്കു തോന്നി. സന്ധ്യ മയങ്ങി. പ്രിയ തന്റെ കടയിലിരുന്ന് പുഞ്ചിരിച്ചു. വഞ്ചനയുടെ ഇരുണ്ട നാളുകൾ കടന്നുപോയിരുന്നു. ആ വെല്ലുവിളികൾ അവളെ കൂടുതൽ ശക്തയാക്കി. അവൾക്കു ചുറ്റും നക്ഷത്രങ്ങൾ തിളങ്ങുന്നതുപോലെ തോന്നി. ആ രാത്രിയിൽ അവൾ സമാധാനമായി ഉറങ്ങി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ പ്രചോദനാത്മക കഥകൾ ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.